സാങ്കേതിക വിദ്യയുടെ അതിവേഗ കുതിച്ചുചാട്ടം മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ മാറ്റങ്ങളുടെ എല്ലാം മുൻപന്തിയിൽ നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയാണ്. ഒരു കാലത്ത് വെറും സയൻസ് ഫിക്ഷൻ കഥകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന AI ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. സ്മാർട്ട് ഫോണുകളിലെ വോയിസ് അസിസ്റ്റന്റുമാർ മുതൽ രോഗനിർണയത്തിലും ചികിത്സയിലും സഹായിക്കുന്ന മെഡിക്കൽ സിസ്റ്റങ്ങൾ വരെ AIയുടെ സാധ്യതകൾ വിപുലമാണ്. എന്നാൽ ഈ സാങ്കേതിക മുന്നേറ്റം വലിയ പ്രതീക്ഷകൾക്കൊപ്പം തന്നെ ആശങ്കകളും ഉയർത്തുന്നുണ്ട്, പ്രത്യേകിച്ചും തൊഴിൽ മേഖലയിലും. ആരംഭത്തിൽ AI മനുഷ്യന്റെ ജോലികൾ ലളിതമാക്കാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുമുള്ള ഒരു ഉപാധിയായാണ് കാണപ്പെട്ടിരുന്നത്. എന്നാൽ AIയുടെ പഠനശേഷിയും കാര്യക്ഷമതയും അതിവേഗം വർദ്ധിച്ചതോടെ മനുഷ്യന്റെ ജോലികളെ അത് പൂർണ്ണമായി ഏറ്റെടുക്കുമോ എന്ന ഭയം ശക്തമായി. ഒരു പതിറ്റാണ്ടിലേറെയായി AI ഗവേഷണത്തിൽ സജീവമായിരുന്ന ജെഫ്രി ഹിൻഡൻ അടക്കമുള്ള വിദഗ്ധർ സമീപഭാവിയിൽ AI മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് പോലും ഭീഷണിയായേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രവചനങ്ങൾ അനുസരിച്ച് 2030ഓടെ ലോകത്തിലെ ഭൂരിഭാഗം ജോലികളും AIയുടെ നിയന്ത്രണത്തിലാകാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ആദ്യ സൂചനകൾ ഇതിനകം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. വലിയ സാങ്കേതിക കമ്പനികൾ ഉൾപ്പെടെ പല സ്ഥാപനങ്ങളും AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുകയും ഇത് തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവ് വരുത്താൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഡാറ്റ എൻട്രി, അടിസ്ഥാനപരമായ കസ്റ്റമർ സർവീസ്, ചില അക്കൗണ്ടിംഗ് ജോലികൾ, നിയമപരമായ ചില വിശകലനങ്ങൾ തുടങ്ങിയ ആവർത്തന സ്വഭാവമുള്ള ജോലികൾ AIക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. കാരണം ഈ ജോലികൾ പ്രധാനമായും ഡിജിറ്റൽ ഡാറ്റ പ്രോസസ്സിങ്ങിനെയാണ് ആശ്രയിക്കുന്നത്. AIയുടെ ഗോഡ്ഫാദർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജെഫ്രി ഹിൻഡൻ ഒരു പോഡ്കാസ്റ്റിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ AIയുടെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പുതിയ മാനം നൽകി. AI എല്ലാ മേഖലകളിലും മനുഷ്യനെ മറികടക്കുമെന്നും ഇത് വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടത്തിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. അടുത്ത 30 വർഷത്തിനുള്ളിൽ AI മനുഷ്യരാശിക്ക് ഒരു നിലനിൽപ്പ് ഭീഷണിയായി മാറിയേക്കാമെന്ന തന്റെ മുൻകാല ആശങ്കകളെ അദ്ദേഹം ഇവിടെയും ഊന്നിപ്പറഞ്ഞു. എന്നിരുന്നാലും ഈ ഭീഷണിയെ അതിജീവിക്കാൻ കഴിവുള്ള ചില ജോലികളുണ്ടെന്നും ഹിൻഡൻ ചൂണ്ടിക്കാട്ടി. അക്കൂട്ടത്തിൽ പ്രധാനമായി അദ്ദേഹം എടുത്തു പറയുന്നത് പ്ലംബിംഗ് ജോലിയാണ്. എന്തുകൊണ്ടാണ് പ്ലംബിംഗ് പോലുള്ള ജോലികൾ AIയുടെ ഭീഷണിയിൽ നിന്നും താരതമ്യേന സുരക്ഷിതമാകുന്നത്? ഇതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്ന് ശാരീരിക അധ്വാനമാണ്. പ്ലംബിംഗ് പോലുള്ള ജോലികൾക്ക് കഠിനമായ ശാരീരിക അധ്വാനം ആവശ്യമാണ്. ഭാരമുള്ള ഉപകരണങ്ങൾ ഉയർത്തുക, ഇടുങ്ങിയ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുക, കൈകൊണ്ട് പൈപ്പുകൾ ശരിയാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സൂക്ഷ്മമായ ചലനശേഷിയും ഭൗതികമായ കരുത്തും ആവശ്യമാണ്. നിലവിലുള്ള AI അധിഷ്ഠിത റോബോട്ടുകൾക്ക് ഈ തരത്തിലുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർവഹിക്കാൻ പരിമിതികളുണ്ട്. രണ്ടാമതായി സമർത്ഥമായ പ്രശ്ന പരിഹാരമാണ്. പ്ലംബിംഗ് ജോലികളിൽ പലപ്പോഴും അപ്രതീക്ഷിത പ്രശ്നങ്ങൾ ഉടലെടുക്കാം. ഓരോ സാഹചര്യവും വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന് ഒരു പൈപ്പ് പൊട്ടാനുള്ള കാരണം കണ്ടുപിടിക്കുക, അത് എവിടെയാണെന്ന് കണ്ടെത്തുക, ആ സാഹചര്യത്തിന് അനുയോജ്യമായ പരിഹാരം കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങൾക്ക് മനുഷ്യന്റെ യുക്തിചിന്തയും അനുഭവ സമ്പത്തും തത്സമയ പ്രശ്നപരിഹാര ശേഷിയും അനിവാര്യമാണ്. AIക്ക് ഡാറ്റ പാറ്റേണുകൾ വിശകലനം ചെയ്യാൻ കഴിയുമെങ്കിലും മനുഷ്യന്റെ പോലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വേഗത്തിൽ തീരുമാനമെടുക്കാനും അപ്രതീക്ഷിത പ്രശ്നങ്ങളെ നേരിടാനുമുള്ള കഴിവ് ഇപ്പോഴും പരിമിതമാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ കൈകൊണ്ട് ചെയ്യുന്ന ബ്ലൂ കോളർ ജോലികൾ താരതമ്യേന സുരക്ഷിതമായിരിക്കുമെന്നാണ് ഹിൻഡന്റെ അഭിപ്രായം. ആശാരിപ്പണി, ഇലക്ട്രീഷ്യൻ ജോലികൾ, മെക്കാനിക് ജോലികൾ, കൃഷിപ്പണി തുടങ്ങിയ ജോലികളിലും ഈ യുക്തി പ്രസക്തമാണ്. ഈ ജോലികൾക്ക് പരിസ്ഥിതിയുമായി നേരിട്ട് സംവദിക്കേണ്ടതും അതിന്റെ സങ്കീർണതകളെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതുമായതിനാൽ AIക്ക് ഇവ പൂർണ്ണമായി ഏറ്റെടുക്കാൻ ഇനിയും ഒരുപാട് ദൂരം പോകേണ്ടി വരും. AI ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഒരാൾക്ക് 10 പേരുടെ ജോലി ചെയ്യാനാകുന്ന ഒരവസ്ഥ വരുമ്പോൾ പല വ്യവസായങ്ങളും വ്യാപകമായ പിരിച്ചുവിടലുകളുടെ വലിയ തോതിലുള്ള തൊഴിൽ സ്ഥാന ചലനങ്ങളും നേരിടേണ്ടി വരുമെന്ന് ഹിൻഡൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് സമൂഹത്തിൽ വലിയ സാമ്പത്തിക അസമത്വങ്ങൾക്കും സാമൂഹിക സംഘർഷങ്ങൾക്കും കാരണമായേക്കാം. സാങ്കേതിക വിദ്യയുടെ ഈ മുന്നേറ്റം സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുകയും സാധാരണക്കാർക്ക് തൊഴിൽ നഷ്ടമുണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കാം. ഈ സാഹചര്യങ്ങളെ നേരിടാൻ സർക്കാരും സ്ഥാപനങ്ങളും വ്യക്തികളും തയ്യാറെടുക്കേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ, ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ നേരിടാൻ സഹായകമായിട്ടുള്ള ചില കാര്യങ്ങൾ പുനർപരിശീലനമാണ്. AIക്ക് ഏറ്റെടുക്കാൻ കഴിയാത്ത കഴിവുകൾ വികസിപ്പിക്കുന്നത് തൊഴിലാളികൾക്ക് പരിശീലനം നൽകേണ്ടത് അത്യാവശ്യമാണ്. ക്രിയാത്മക ചിന്ത, പ്രശ്നപരിഹാരം, വിമർശനാത്മക വിശകലനം, സഹകരണം, വൈകാരിക ബുദ്ധി എന്നിവയെല്ലാം മനുഷ്യർക്ക് മാത്രം സാധ്യമായ കഴിവുകളാണ്. അതോടൊപ്പം വിദ്യാഭ്യാസ പരിഷ്കരണമാണ്. പുതിയ തൊഴിൽ സാഹചര്യങ്ങളെ നേരിടാൻ ഉതകുന്ന തരത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റിയെഴുതേണ്ടത് അത്യാവശ്യമാണ്. AIയുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുകളും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാനുള്ള സന്നദ്ധതയും വളർത്തണം. കൂടാതെ സാമൂഹിക സുരക്ഷാ വലയമാണ്. തൊഴിൽ നഷ്ടം സംഭവിക്കുന്നവർക്ക് അടിസ്ഥാന വരുമാനം ഉറപ്പാക്കുന്ന യൂണിവേഴ്സൽ ബേസിക് ഇൻകം പോലുള്ള പദ്ധതികളെക്കുറിച്ച് ആലോചിക്കേണ്ടത് പ്രധാനമാണ്.
കൂടാതെ പുതിയ തൊഴിൽ മേഖലകൾ, എഐയുടെ വളർച്ച പുതിയ തൊഴിൽ മേഖലകൾക്കും വഴിയൊരുക്കുമെന്നതാണ്. എഐ സിസ്റ്റങ്ങൾ രൂപകൽപ്പന ചെയ്യാനും പരിപാലിക്കാനും അവയെ ഓഡിറ്റ് ചെയ്യാനും അവയുടെ ധാർമ്മികമായ ഉപയോഗം ഉറപ്പാക്കാനും വിദഗ്ധർ ആവശ്യമായി വരും. എന്തായാലും എഐയുടെ വളർച്ചയെ ഒരു ഭീഷണിയായി മാത്രം കാണാതെ അത് മനുഷ്യന് കൂടുതൽ ഗുണകരമാക്കാൻ എങ്ങനെ ഉപയോഗിക്കാമെന്നും ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. മനുഷ്യന്റെ സർഗാത്മകതയും സാമൂഹിക ഇടപെടലുകളും സങ്കീർണമായ പ്രശ്നപരിഹാര ശേഷിയും എഐക്ക് പകരം വെക്കാൻ കഴിയില്ല. എഐ ഒരു ഉപകരണമായി കണ്ട് മനുഷ്യന്റെ കഴിവുകളെ അത് എങ്ങനെ വർദ്ധിപ്പിക്കുന്നുവെന്ന് ചിന്തിക്കണം. ഉദാഹരണത്തിന്, ഒരു ഡോക്ടർക്ക് രോഗനിർണയത്തിൽ എഐയുടെ സഹായം തേടാം. എഐക്ക് ഒരു രോഗിയുടെ ഡാറ്റ വിശകലനം ചെയ്ത് സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ച് സൂചന നൽകാൻ കഴിയും. എന്നാൽ രോഗിയുമായി സംസാരിച്ച് അവരുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കാനും ഏറ്റവും അനുയോജ്യമായ ചികിത്സ തിരഞ്ഞെടുക്കാനും അവരുമായി ഒരു മനുഷ്യന്റെ വൈകാരിക ബന്ധം സ്ഥാപിക്കാനും ഡോക്ടർക്ക് മാത്രമേ കഴിയൂ. സാങ്കേതിക വിദ്യയുടെ വളർച്ച മനുഷ്യന് ഗുണകരമാണെങ്കിൽ ഈ മാറ്റങ്ങളെക്കുറിച്ച് നാം ഓരോരുത്തരും ബോധവാന്മാരാകേണ്ടത് അനിവാര്യമാണ്. എഐയുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുകളും മാറുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള സന്നദ്ധതയും ഭാവിയിൽ നമ്മുടെ അതിജീവനത്തിന് നിർണായകമാകും. എഐ ഭാവിയുടെ ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ എങ്ങനെ നമ്മൾ നേരിടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും മനുഷ്യരാശിയുടെ പുരോഗതി.